പാകിസ്ഥാനും ഇന്ത്യയിലല്ലോ അടുത്ത അല്ല ഇവര് കൊല്ലത്ത് വെള്ളം പിടിക്കട്ടെ അവര് കൊല്ലത്ത് വെള്ളം പിടിച്ചോണ്ട് നമ്മളിപ്പോ പണിക്ക് കൊണ്ടുവന്നപ്പോ ആ മീൻ വിൽക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്ത് മര്യാദകളാണ്. മത്സ്യത്തൊഴിലാളികളുടെ ദുരന്തം ഇനിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 25ഓളം വള്ളങ്ങൾ കടലിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിടിച്ചുകൊണ്ട് വരുന്ന മത്സ്യത്തിന് നീണ്ടകരയിൽ ഇവർ വിൽക്കാൻ സമ്മതിക്കുന്നില്ല. എന്താണ് കാരണം എന്നുള്ള കൂടുതൽ വിശദീകരണം ആൾക്കാരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഈ മീൻ വിൽക്കാനൊക്കെ എന്തുകൊണ്ട് മീൻ വിൽക്കാൻ? ഇത് ചെറിയ മത്സ്യമല്ല. ചെറിയ മത്സ്യം പിടിച്ചു സമയത്തുണ്ട്. ഇത് ചെറിയ മത്സ്യമല്ല. ഇവര് മുന്നറിയിപ്പ് എല്ലാം തന്നിട്ടില്ല. അതാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് ഒരു മുന്നറിയിപ്പ് തന്നിട്ടില്ല. ഫിഷറീസ് ഓഫീസ് അവിടെ നോക്കും. എല്ലാ നോട്ടീസ് ബോർഡിൽ ഒരു നോട്ടീസ് ബോർഡ് വിട്ടിട്ടില്ല. ഇതുകൊണ്ട് വിൽക്കാൻ പറ്റാത്ത എന്നുള്ളത് അവര് നമുക്ക് പറയട്ടെ. അങ്ങനെ ഈ മീൻ കൊണ്ട് വിൽക്കാത്തതിന്റെ കാരണം എന്താണ്? ഈ കടലിൽ പോയി മത്സ്യത്തോടെ മീൻ പിടിക്കാന്നുള്ളതാണ്. കഷ്ടപ്പെട്ടുള്ള മത്സ്യം വിൽക്കാൻ പറ്റുന്ന അങ്ങനെ ജീവിക്കാൻ തന്നെ പതിനൊന്ന് മണിക്ക് പോയ ആൾക്കാർ ഇതുവരെ വന്ന ഒരു ആഹാരം പോലും കഴിച്ചില്ല. മീൻ വിറ്റോണ്ടിരിക്കുക. അവർക്ക് അത് തടയാൻ വയ്യ. അവരിവിടെ നീണ്ട കടപ്പുറത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. കൊല്ലത്ത് മീൻ വിറ്റോണ്ടിരിക്കുക. ആൾക്കാർ ഇത്ര രോഷാകുലമാകുന്നതിന് യാതൊരു തെറ്റുമില്ല. കാരണം ഇതേ സെയിം ഏടി ഇവിടെ മീൻ കച്ചവടം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ഏടി തന്നെയാണ് ബാക്കിയുള്ള എല്ലാ പോർട്ടിന്റെയും ഇൻചാർജ്. അപ്പൊ നീണ്ടകരയിൽ മാത്രം പിടിക്കാൻ പറ്റത്തില്ല, ബാക്കി എല്ലായിടത്തും പിടിച്ചോട്ടെന്ന് പറയുന്നതിൽ യാതൊരു സർട്ടിഫിക്കേഷനും തരാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ഇത് ഇവരുടെ ജെനുവൻ ആയിട്ടുള്ള ആവശ്യമാണ്. ഇവിടെ അവിടെ കച്ചവടം ചെയ്യാമെങ്കിൽ ഇവിടെയും കച്ചവടം ചെയ്യണം, അല്ലേ? കൊല്ലത്ത് ചെയ്യാമെങ്കിൽ ഇവിടെ ചെയ്യണം. അല്ലെങ്കിൽ ഇവര് കൊല്ലത്ത് പോയി വെള്ളം പിടിക്കട്ടെ. അവര് കൊല്ലത്ത് വെള്ളം പിടിച്ചോണ്ട് അന്നേരം നമുക്ക് ഇവരോട് ചോദിക്കാം. പിന്നെ ബുധനാഴ്ച കച്ചവടം ചെയ്യാൻ പറഞ്ഞു. ബുധനാഴ്ച ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഈ ബുധനാഴ്ച ഞങ്ങൾക്ക് ജീവിക്കണം. അതായത് നീണ്ടകരക്കാർ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു പ്രശ്നമാണ്. നമ്മുടെ നീണ്ടകരയിൽ വരേണ്ട ബോട്ടുകളെല്ലാം ഇവിടുന്ന് വഴിതിരിച്ച് കൊല്ലത്തോട്ട് പോവാ. കാരണം നീണ്ടകര കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല, കൊല്ലത്ത് കച്ചവടം ചെയ്യാം. എന്നാൽ ഇവിടെ കച്ചവടം ചെയ്യരുതെന്ന് പറയുന്ന വ്യക്തികൾ തന്നെയാണ് അവിടെ ഇൻചാർജ്. അപ്പൊ ഇതെന്താ രണ്ട് സ്ഥലത്ത് രണ്ട് നിയമം? ഒന്ന് പാകിസ്ഥാനും ഇന്ത്യയിലല്ലോ, അടുത്ത് തന്നെ കിടക്കുന്ന സ്ഥലങ്ങളല്ലേ. 8 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ കൊല്ലം പോർട്ടും നീണ്ടകര പോർട്ടുമായിട്ട്. അപ്പൊ ഇതേ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഇതിനെതിരെ ഒന്നെങ്കിൽ അവിടെയും കച്ചവടം ചെയ്യരുത് ഇവിടെയും കച്ചവടം ചെയ്യരുതെന്ന് ഇവരെ മുൻകൂട്ടായിട്ട് അറിയിക്കട്ടെ. ഇതൊന്നും ഇല്ലാതെ ഇവിടെ മാത്രം കച്ചവടം ചെയ്യരുതെന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. എല്ലാ ആൾക്കാരും ഒരുമിച്ച് പ്രതികരിക്കണം ഇതിനു വേണ്ടിയിട്ട്.